ജിദ്ദയിൽ മലയാളിയെ കൊന്ന കേസിൽ ഈജിപ്ഷ്യൻ പൗരന് വധശിക്ഷ നടപ്പാക്കി. മലപ്പുറം പറപ്പൂർ സൂപ്പി ബസാറിലെ നമ്പിയാടത്ത് കുഞ്ഞലവിയെ കൊന്ന കേസിലാണ് ശിക്ഷ. ഈജിപ്ഷ്യൻ പൗരൻ അഹമ്മദ് ഫുവദിന്റെ വധശിക്ഷയാണ് നടപ്പാക്കിയത്. 2021 ആഗസ്റ്റ് 1 ട്രക്കിൽ വെച്ച് കൊല്ലുകയും കൊള്ളയടിച്ചെന്നുമാണ് കേസ്. അഫ്താബ് റഹ്മാനുണ്ട് വിവരങ്ങൾ നൽകാനായി. അഫ്താബ്, വിശദാംശങ്ങൾ. ജിദ്ദയിൽ വെച്ച് 2021 ഓഗസ്റ്റിന് നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വധശിക്ഷ നടപ്പിലാക്കിയിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ പറപ്പൂർ സ്വദേശിയായ സൂപ്പി ബസാറിലെ നമ്പിയാടത്ത് കുഞ്ഞലവി എന്ന് പറയുന്ന വ്യക്തിയെ കൊന്നതായിരുന്നു കേസ്. ഇദ്ദേഹത്തിന് 45 വയസ്സായിരുന്നു. ജിദ്ദയിലെ അൽസാമറിൽ വെച്ചാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഇദ്ദേഹം ഏറെ നേരം കൊള്ളയടിക്കപ്പെട്ട ശേഷമാണ് കൊല്ലപ്പെട്ടത് എന്ന് കണ്ടെത്തിയത്. ഇത് 2021 ഓഗസ്റ്റ് 1 നടക്കുന്നത്. ജിദ്ദയിലെ അൽ മംലക്ക എന്നറിയപ്പെടുന്ന സ്ഥാപനത്തിൽ ട്രക്ക് ഡ്രൈവറായിരുന്നു ഇദ്ദേഹം. ഏറെ നേരമായിട്ടും ഇദ്ദേഹം റൂമിൽ തിരിച്ചെത്താത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ തിരിച്ചിൽ നടത്തിയപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ട്രക്ക് റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നത്. ഇതിനകത്താണ് ഇദ്ദേഹത്തെ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. തുടർന്നാണ് സുരക്ഷാ വിഭാഗം അന്വേഷണം നടത്തുന്നത്. ഇതിൽ വെച്ച് പ്രതിയെ ഉടനടി തന്നെ സുരക്ഷാ വിഭാഗം പിടികൂടുകയായിരുന്നു. ഇദ്ദേഹം ഈജിപ്തിലേക്ക് രക്ഷപ്പെടാനിരിക്കെ ജിദ്ദ വിമാനത്താവളത്തിൽ വെച്ചാണ് ഇദ്ദേഹത്തെ പിടികൂടിയത്. ഈ പ്രതി ഈജിപ്ഷ്യൻ പൗരനായ അഹമ്മദ് ഫുവാദ് അൽ സയ്യിദ് അൽ ലുവൈസിന്റെ വധശിക്ഷയാണ് ഇതിപ്പോൾ ആഭ്യന്തര മന്ത്രാലയം നടപ്പാക്കിയിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയം ഇതിന്റെ വിശദാംശങ്ങൾ അല്പസമയം മുമ്പ് പുറത്തുവിടുകയായിരുന്നു. കുഞ്ഞലവിക്ക് കൂടെ തന്നെ ഈജിപ്ഷ്യൻ പൗരൻ വാഹനത്തിൽ കയറിയാണ് ഇദ്ദേഹത്തെ കുത്തിക്കൊന്നത് എന്നുള്ളതും മെഡിക്കൽ രേഖകളുമെല്ലാം തെളിവായതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ കോടതികളും ഇദ്ദേഹത്തിന്റെ വധശിക്ഷ ശരിവെച്ചതോടെയാണ് ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കിയിരിക്കുന്നത്.